ഗുഡ് മോർണിംഗ്. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ വിചാരിച്ചു രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന്. കുലുക്കും, ഭയങ്കര കുലുക്കും. ഇന്നത്തെ ഡേ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. ബർത്ത്ഡേ ആയതുകൊണ്ടല്ല, ഞാൻ അങ്ങനെ ബർത്ത്ഡേ വലുതായിട്ടൊന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളല്ല. പക്ഷെ എനിക്ക് കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. രാവിലെ അവിടെ പോകാം, ഉച്ചയ്ക്ക് ഇന്ന ഫുഡ് കഴിക്കാം, അങ്ങനെ കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എനിക്ക് സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റി. സോ അതുകൊണ്ട് ഐ എം ഹാപ്പി ടുഡേ. ഇപ്പം രാവിലെ ആണെങ്കിൽ തന്നെ നമ്മൾ യൂഷ്വലി വണ്ടി ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ വണ്ടിയിലാണ് പോവുക. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മൾ ബസ്സിലോ നടന്നിട്ടോ അങ്ങനെയൊക്കെ പോകാം എന്നുണ്ടായിരുന്നു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതൊരു പൊട്ട തീരുമാനമാണോ, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇറ്റ് വാസ് ഗുഡ്. നമുക്ക് രണ്ടുപേർക്കും കുറച്ച് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. സോ അതുകൊണ്ട് അത് നല്ലതായിരുന്നു. അതൊരു നല്ല തീരുമാനമായിരുന്നു. എന്താ പറയുക, പിന്നെ പോകുന്ന വഴിക്കാണെങ്കിലും എനിക്ക് മുല്ലപ്പൂ, ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ മുല്ലപ്പൂ വെക്കണമെന്നുണ്ടായിരുന്നു. അതും ഞാൻ വിചാരിച്ചിട്ടില്ല കിട്ടും. കാരണം ഞാൻ പോയ അമ്പലം കുറച്ച് ചെറിയൊരു ഉള്ളിലോട്ടുള്ളൊരു ഒരു അമ്പലമായിരുന്നു. സോ അവിടെ മുല്ലപ്പൂ കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. എന്നാലും അതങ്ങനെ മാൻഡറ്ററി ആയിരുന്നില്ല, പക്ഷേ കിട്ടുകയാണെങ്കിൽ കൊള്ളാമായിരുന്നു, വെച്ചിട്ട് പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതാണെങ്കിലും എനിക്ക് പോകുന്ന വഴിക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർക്ക് ആകെ കുറച്ച് ഒന്ന് രണ്ട് അങ്ങനെ എന്തോ ഉണ്ടായിട്ടുള്ളൂ. സോ അതും പറ്റി. സോ ഐ വാസ് ഹാപ്പി ഫോർ ദാറ്റ് ടു. ഇതിപ്പം വേറൊരാളെ കാണുമ്പോൾ വിചാരിക്കും, ഇതല്ലേ ഇത്ര വലിയ കാര്യമാണോ എന്ന് തോന്നുമായിരിക്കും. പക്ഷെ എനിക്ക് ഇപ്പം ഞാൻ വിചാരിച്ചപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ച് ചെറുതോ വലുതോ ആയിട്ടുള്ള കാര്യം അത് സക്സസ്ഫുള്ളി ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഇന്നുണ്ടായിരുന്നു. ആൻഡ് അത്രയൊക്കെ തന്നെ. Thank you and bye.